പൊളിഞ്ഞു പോയ പോലെ ഉണ്ടോ? അത് പൊളിഞ്ഞു പോയതല്ല, അത് ഡിസൈനാട്ടോ. എനിക്ക് നല്ല കട്ടി ഐബ്രോസ് ഉള്ള ആൾക്കാരുണ്ടാവില്ലേ, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെടുത്തിട്ട് മൊത്തം തേച്ച് അതിൽ തന്നെ വെക്കാം. നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ അതൊന്നും വേണ്ട, ഇച്ചിരി. ഈ കാലാവസ്ഥ മാറുമ്പോഴേക്കും നമ്മുടെ ആരുടെയും തലയിൽ മുടി കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 9:30 മോമോസ് കട അടയ്ക്കുമോ അതോ ഇല്ലയോ? ഇനി നമ്മൾ വെറുതെ അവിടെ വരെ പോയിട്ട് വരേണ്ടി വരുമോ? എനിക്ക് സ്വന്തമായിട്ടൊരു ഭർത്താവ് ഉണ്ടായിക്കോട്ടെ, അതുകൊണ്ട് തന്നെ ഭാര്യയുണ്ടോ? ഒരു പോകാനുള്ള പുതിയ സിറ ഞാൻ കഴിഞ്ഞ ദിവസം കൊടുത്തു. അതൊക്കെ ആ സിറ ഒക്കെ ഇട്ട് നിന്നപ്പോഴ അമ്മാടി ഇങ്ങനെ. അതിന് മേളിലൊരു പൂക്കി കൊച്ചുണ്ടായിരുന്നു. ആ പൂക്കി കൊച്ചിനെ അതോട്ടും കൊന്നു വിരാമം വിട്ടുകൊണ്ട് അദ്ദേഹം എത്തിയിരിക്കുന്നു. ഹലോ, എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഭയങ്കര സന്തോഷമുള്ള വീഡിയോ ആണ്. എന്നത്തെയും എൻ്റെ വീഡിയോ ഭയങ്കര സന്തോഷമുള്ളതാണ്. പക്ഷേ ഇന്ന് എനിക്ക് കുറച്ച് കൂടുതൽ സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നന്ദുവിൻ്റെ ബർത്ത്ഡേ ആണ്. നന്ദു കൊച്ചച്ഛൻ്റെ മോൻ. അവനെപ്പോഴും എല്ലാവരും വീഡിയോയിലൂടെ കാണാറുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇനി എക്സ്ട്രാ പറയുന്നില്ല. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആണ്. അവൻ്റെ ബർത്ത്ഡേ 11-ാം തീയതി ആട്ടോ, നവംബർ 11. ഇന്ന് നവംബർ 10-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ സർപ്രൈസ് ആയിട്ട് ഇവനൊരു ഗിഫ്റ്റ് വാങ്ങി. ഞാനൊരു നല്ലൊരു പ്യൂമയുടെ ഷൂ കുറേ നാളുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഇപ്രാവശ്യം അമ്പാടിക്കും ഷൂ വാങ്ങിക്കൊടുത്തത്. അപ്പോൾ ഞാൻ കുറേ നാളുകൊണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ നോക്കി വെച്ചിരുന്നൊരു ഷൂ ഞാനങ്ങനെ വളരെ കഷ്ടപ്പെട്ട് വാങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ കാലിനൊരു പ്രത്യേകത ഉണ്ട്. ഭയങ്കര വലിയ കാലാണ് എൻ്റെ കാലൊക്കെ. അവൻ്റെ കാലിനെടുത്ത് കൊണ്ട് വെച്ചാൽ എത്ര ഉണ്ടാവും അങ്ങനെ. അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കേണ്ടത് എത്ര വലിയ കാലാണെന്ന്. അങ്ങനെ വലിയൊരു കാലാണ് ഇവൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിനപ്പോൾ കാണിച്ചത് 10 11ാമത്തെ സൈസ് വരെയാണ് ഇതിനുള്ളത്. ആ ഷൂവിന് 10 അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടിയ സൈസ് അങ്ങ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് സാധനം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ സംഭവം കയറില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, റിട്ടേൺ അല്ലല്ലോ ഇത് ചെയ്യൂലേ, അതിൻ്റെ പേര് പെട്ടെന്ന് ഞാൻ മറന്നുപോയി. മാറ്റിയെടുക്കുന്നത്, എക്സ്ചേഞ്ച് ചെയ്യുന്നത്. എക്സ്ചേഞ്ചും അല്ലല്ലോ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയെന്നെ. അപ്പോൾ അങ്ങനെ ചെയ്തു. അപ്പം 10 മാറ്റിയിട്ട് ഞാൻ ഷൂ എന്ത് ചെയ്തു, 11 കൊടുത്തു. അപ്പോൾ 11 അവൈലബിൾ ആയിരുന്നു സൈസിൻ്റെ. അതിന് ഞാൻ 11 കൊടുത്തു. 11 വന്നു കഴിഞ്ഞപ്പോൾ അതും കയറുന്നില്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അവനെ കാണിക്കാതെ പറ്റത്തില്ലല്ലോ. കാരണം എനിക്കിട്ട് നോക്കുമ്പോൾ ആ ഷൂവിൻ്റെ അകത്ത് എനിക്ക് എൻ്റെ 2 കാലും കയറ്റി നിർത്താം. പക്ഷെ അവൻ്റെ കാല് കയറുന്നില്ല. എന്നിട്ട് ഞങ്ങൾ അത് റീഫണ്ട് ചെയ്തു അവസാനം. അങ്ങനെ റീഫണ്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ പിന്നെയും ഇങ്ങനെ വേറൊരു ഷൂ ഉണ്ട്, ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പൊക്കാൻ പറ്റുന്നൊരു ഷൂ ഇല്ല, ഇങ്ങനെ ലേസ് മാറ്റിയിട്ട് ഇങ്ങനെ നമുക്ക് ലൂസാക്കാം. അപ്പോൾ അതിലേക്ക് അത് ഓക്കെ ആയിരിക്കും. എന്നിട്ട് ഞാൻ അതും 11 ഓർഡർ ചെയ്തിട്ട് പിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഓർഡർ ചെയ്തു ഞാൻ ഓൾറെഡി. അപ്പം എത്തുമായിരിക്കും ഏകദേശം 14-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കും എത്തും എന്നാണ് കാണിക്കുന്നത്. എനിക്കറിയത്തില്ല. അപ്പം അതൊക്കെ ഞാൻ ഓർഡർ ചെയ്തു. അങ്ങനെ ഞാൻ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുന്നതെല്ലാം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അമ്പാടി എന്ന ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുന്നത് എനിക്ക് അറിഞ്ഞോണം. അവൻ എന്നോട് എന്തോ പറഞ്ഞു, ഞാൻ അത് മറന്നുപോയി. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് ഇവിടെ ഞങ്ങൾ സ്ഥിരം മോമോസ് കഴിക്കാൻ പോകുന്നൊരു സ്പോട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ പോകുന്ന സ്ഥലം. അവിടെ പോയി ഞാനൊരു കുഞ്ഞി കേക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞി കേക്കില്ലേ, ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പ്രിന്റ് വെച്ച് ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഞാനൊരു കുഞ്ഞി കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ വാങ്ങിയിട്ട് ഞാൻ വിചാരിക്കുന്നത് അവിടെ പോയിട്ട് നമുക്ക് മുറിക്കാം. അതിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പം നന്ദു ട്യൂഷന് പോയിരിക്കുക. എന്നാലും എനിക്ക് ഒച്ച പറയാൻ പേടിയാവുക, എങ്ങാനും വന്ന് കേട്ടാലോ. അതുകൊണ്ട് അവൻ ട്യൂഷന് പോയിരിക്കുകയാണ്. അവൻ വരുമ്പോഴത്തേക്ക് നമുക്ക് കുളിച്ച് റെഡിയായി. അവനോട് ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്കിന്ന് മോമോസ് കഴിക്കാൻ പോവാം. അവൻ പറഞ്ഞാൽ ഓക്കെ, ആശാന് നാളെ മാത്സിൻ്റെ എക്സാം ആണ്. അപ്പോൾ പക്ഷേ എന്നോട് പറഞ്ഞു പോവാം, മോമോസ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എക്സാം. അത് പിന്നെ അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വേഗം കുളിച്ച് റെഡി ആവണം ഇപ്പോൾ പോകാനായിട്ട്. ഞാൻ ഇന്ന് രാവിലെ മുതൽ എനിക്കൊരു ഉഴപ്പിയ ദിവസമായിരുന്നു. ഉഴപ്പിയ ദിവസം എന്ന് വെച്ചാൽ എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. അമ്മയ്ക്ക് ഒരു യൂട്യൂബ് ചാനൽ അത് അറിയാലോ, മധുരം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ കലാപരീക്ഷണങ്ങളൊക്കെ അവിടെയാണ്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇങ്ങനെ പുതിയ വീഡിയോസ് ഒക്കെ എടുക്കണമെങ്കിലോ അങ്ങനെയൊക്കെ. ഒറ്റ പിന്നെ ഞാൻ ഇതിച്ചിരി നീക്കി വെക്കുന്നുണ്ട്. പുതിയ വീഡിയോസ് ഒക്കെ എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ പുതിയ എഡിറ്റിംഗ്, എൻ്റെ സ്കിൽസ് അതൊക്കെ ഞാൻ പരീക്ഷിക്കുന്നത് അമ്മയുടെ യൂട്യൂബ് ചാനലിലാണ്. അങ്ങനെ ഞാൻ ആ വീഡിയോ ഒക്കെ ഇന്ന് എടുത്ത് എനിക്ക് ആ വീഡിയോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ തന്നെ എടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ മുട്ടയാവുന്ന തോന്നുന്നത്. എന്നിട്ട് അപ്പം അതൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ ഇരുന്ന് കുളിച്ചൊന്നുമില്ല. എനിക്ക് ആകെ കൂടെ മടി. ചില ദിവസങ്ങളുണ്ടാവും അങ്ങനെ. ഒന്നും ചെയ്യാനൊന്നും പ്രത്യേകിച്ച് തോന്നില്ല, എങ്ങോട്ടും പോകണമെന്നുമില്ല, ഒരു മടി. അങ്ങനെ മടിയുള്ള ദിവസം ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് സ്വന്തമായിട്ട് അങ്ങ് റെഡിയാവും.
അപ്പൊ നമുക്കൊരു സന്തോഷം കിട്ടും. ഇപ്പൊ എങ്ങോട്ടെങ്കിലും ഇപ്പൊ നമ്മൾ എങ്ങോട്ടെങ്കിലും പോവാണെങ്കിൽ ഇന്ന് തന്നെ വെറുതെ ഇവിടെ തൊട്ടടുത്ത് വരാ പോകുന്നത്. എന്നാലും ഞാൻ നല്ല കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി മുടിയൊക്കെ ഒന്ന് ഷാമ്പൂ ഇട്ട് കഴുകി. മുടി നമ്മൾ എല്ലാ ദിവസവും ഷാമ്പൂ ഇട്ട് കഴുകൂലല്ലോ. അപ്പൊ ഇങ്ങനെ തോന്നുന്ന ദിവസം എന്ത് ചെയ്യും, ഞാൻ മുടി അങ്ങ് ഷാമ്പൂ ഇട്ട് കഴുകും. മുടി അങ്ങ് ഷാമ്പൂ ഇട്ട് കഴുകിയിട്ട് മുടിയൊക്കെ ഒന്ന് ഉണക്കി സെറ്റാക്കി അങ്ങനെ പുറത്തു പോകുമ്പം എനിക്ക് സ്വന്തമായിട്ടൊരു സമാധാനം കിട്ടും. കൊള്ളാം, ഒന്ന് നമ്മൾ ഓക്കെ ആയി എന്നുള്ളൊരു സംഭവം. അതെല്ലാ മനുഷ്യർക്കും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ട്രിക്ക് ഒന്ന് ഇനി പരീക്ഷിച്ച് നോക്കൂ. ഓക്കെ, അപ്പൊ ഞാൻ പോയി കുളിച്ചിട്ട് വരാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. ഓക്കെ, ടാറ്റാ. ഞാൻ ദേ കുളിച്ചിട്ട് വന്നു. ഇപ്പൊ തന്നെ സമയം 8:30 അവിടെ ആ കട എത്ര മണി വരെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. ഞാൻ മുഖത്ത് സ്കിൻ കെയർ മാത്രമാണ് ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും അങ്ങനെയാ. ഞാനിപ്പോ വലിയ പ്രോഗ്രാമിന് പോകണമെങ്കിലും അല്ല ചെറിയ പരിപാടിയാണെങ്കിലും ഒക്കെ എനിക്ക് ആകെ ആ മേക്കപ്പ് അങ്ങനെ അറിയൂ. അതുകൊണ്ട് പക്ഷെ പ്രോഗ്രാമിന് പോകുമ്പോൾ നമ്മുടെ ഷോ ഇല്ലേ, അതിന് പോകുമ്പോൾ അല്ലാണ്ട് കുറച്ച് ഫൗണ്ടേഷൻ ഒക്കെ ഇടും കേട്ടോ. കാരണം എൻ്റെ മുഖത്ത് ഈ കുരു വരുന്ന പ്രശ്നമുള്ളത് കൊണ്ട് ഞാൻ സ്കിൻ കെയർ വളരെ കറക്റ്റായിട്ട് ചെയ്യും. പക്ഷെ മേക്കപ്പ് ഒന്നും അത്ര നന്നായി ചെയ്യാൻ എനിക്കറിയില്ല. കുറേ പേര് മേക്കപ്പ് ട്യൂട്ടോറിയലൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് ഈ അടുത്ത് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ആയിട്ട് എനിക്ക് മെസ്സേജസ് ഇടുന്നുണ്ട്. പക്ഷെ ഞാൻ അതിൽ അത്ര വിദഗ്ധയല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് ആകെ ബേസ് ഇടാൻ അറിയാം. എല്ലാവർക്കും അറിയുന്നല്ലോ, ബേസ് ഇടാൻ അറിയാം. പിന്നെ ബേസ് എന്ന് വെച്ചാൽ ആദ്യം സിറം ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ കൺസീൽ ചെയ്യും. അതിനുശേഷം ഫൗണ്ടേഷൻ കുറച്ചിടും. ഇതുപോലെ ഫൗണ്ടേഷൻ ഇടും. അത് ബ്ലെൻഡ് ചെയ്യും. ബ്ലഷ്, ഐ ഷാഡോ. അങ്ങനെയൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു പ്രൊഫഷണൽ പോലെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഇല്ല, എനിക്കതൊന്നും അത്ര കറക്റ്റായിട്ട് അറിയില്ല. ഓക്കെ. ഞാൻ ഈ അടുത്ത് പോയി നീൽസ് ചെയ്തായിരുന്നു കേട്ടോ. പക്ഷെ ഇത് കണ്ടിട്ട് എന്തോ പൊളിഞ്ഞു പോയ പോലെ ഉണ്ടോ. അത് പൊളിഞ്ഞു പോയതല്ല, അത് ഡിസൈൻ ആട്ടോ. കണ്ണെഴുതി കണ്ടോ ഒരു കുഞ്ഞുവാല് വന്നത്. എനിക്ക് നല്ല കട്ടി ഐബ്രോസ് ഉള്ള ആൾക്കാരുണ്ടാവില്ലേ, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കട്ടി. പക്ഷെ ആൺകുട്ടികൾക്കായിരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, വീട്ടിൽ ആൺകുട്ടികളുള്ള ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും, എന്ന് വെച്ചാൽ അനിയന്മാരൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ആൺകുട്ടികൾക്ക് എപ്പോഴും നല്ല കൺപീലിയും നല്ല പുരുകമായിരിക്കും. ഇതെങ്ങനെയാണ് ടെക്നിക്കലി പോസിബിൾ ആവുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്കിങ്ങനെ കൊതിയാവും, അയ്യോ നമുക്ക് കിട്ടുമായിരുന്നെങ്കിൽ എന്ത് നല്ല കട്ടിയുള്ള പുരികം, കട്ടിയുള്ള കൺപീലികൾ. ഇനിയിപ്പോൾ നമ്മളെന്തെങ്കിലും ചെയ്തത് നശിപ്പിച്ചതാ, നമ്മൾ ഈ മസ്കാരൊക്കെ ഇട്ട് നശിപ്പിച്ചതാ, അങ്ങനെ നമുക്ക് തോന്നണമെങ്കിൽ പോലും നമ്മളിത് ഇടുന്നതിന് മുന്നേയും നമുക്ക് അത്ര കട്ടിയ ബ്രൂസ് ഇല്ലായിരുന്നു അല്ലേ. ഇത് എനിക്ക് മാത്രമുള്ള ഡൗട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ആണെങ്കിൽ ആരും ഒന്നും പറയരുത്. പക്ഷെ എനിക്ക് എപ്പോഴും ഇങ്ങനെ തോന്നും, എല്ലാവർക്കും നല്ല കട്ടി ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഐബ്രോ, അല്ല വളഞ്ഞിരിക്കുന്ന ഐലാഷ്, പിന്നെ നല്ല കട്ടി ഐബ്രോസ്. ത്രെഡ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവുന്നത് തോന്നും നമുക്ക്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് കിട്ടിയില്ലല്ലോ. ഐബ്രോ ചെയ്യുന്ന ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് പൊട്ടുവിടാം. ഇനി നമുക്ക് ബ്ലഷ് ഇടാം. ഞാനിവിടെ ബോബി ബ്രൗണിൻ്റെ ഒരു ബ്ലഷ് ഉണ്ട്. ഇത് ബ്ലഷ് അല്ല, ഇതൊരു ടിൻ്റാണെന്നാ തോന്നുന്നത്. ക്രീമി കളർ, ചീക്സ് ആൻഡ് ലിപ്പ്. അത്രേ വായിക്കാൻ പറ്റുന്നുള്ളൂ, ഇത് മാഞ്ഞുപോയി. എന്തായാലും ബോബി ബ്രൗണിൻ്റെ ഷെയ്ഡ്. എല്ലാവരും എന്നോട് ബ്ലഷിൻ്റെ ഷെയ്ഡ് ചോദിക്കുന്നുണ്ട്. ഇതാ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത്, എപ്പോഴും മിക്ക സമയത്തും ഉപയോഗിക്കുന്ന ബ്ലഷ് ഇതാ ബോബി ബ്രൗണിൻ്റെ TULLE, ട്യൂളി, അങ്ങനെയാന്ന് തോന്നുന്നു, അറിയില്ല. അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. തുറക്കുക, ബ്രഷൊന്നുമില്ല, നമുക്ക് കയ്യിൽ കുറച്ചെടുക്കുക, ചിരിക്കുക. ചിരിക്കുന്നതാണ് ബ്ലഷ് ഇടലിന് മെയിൻ. നമ്മൾ നന്നായി ചിരിച്ചില്ലെങ്കിൽ നമുക്ക് നന്നായി ബ്ലഷ് ഇടാൻ കഴിയില്ല എന്നാണ് അർത്ഥം. തിളങ്ങുന്നുണ്ടോ? എനിക്കൊരു നാച്ചുറൽ ലുക്കുള്ള ചുണ്ടാണ് ഇഷ്ടം. ലിപ്പി മേബ്ലൈൻ അതെടുത്തിട്ട് മൊത്തം തേച്ച് അതിൽ തന്നെ വെക്കാം. നമുക്ക് ലിപ്സ്റ്റിക്കിന്റെ അതൊന്നും വേണ്ട, ഇച്ചിരി. എങ്ങനെയുണ്ട് സുണ്ട്? നല്ലല്ലേ? മുടി ഒന്ന് ഉണക്കാം. മുടി ഉണങ്ങിയിട്ടില്ല എൻ്റെ മുടി ഇപ്പോൾ ഒരു ഹാഫ് ഉണങ്ങിയിട്ടുണ്ട്. ഒത്തിരി ചൂട് വെക്കുന്നില്ല ഞാൻ.
ഇതിപ്പോ നമുക്ക് പോകേണ്ടതുകൊണ്ടാ, അല്ലെങ്കിൽ ഇതിലൊരു തണുപ്പിന്റെ മോഡുണ്ട്. ഇതുണ്ടോ, അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റ് വരും. അപ്പൊ ഞാൻ അതിട്ടാ കുറെ നേരം കാറ്റടിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഉണങ്ങുമല്ലോ. അങ്ങനെ അതിട്ടാ ഞാൻ അല്ലാത്തപ്പോ ഉണക്കിക്കൊണ്ടിരിക്കുന്നേ. നമുക്ക് പോകേണ്ടതുകൊണ്ട് തണുപ്പൊന്നും ഇട്ട് ഉണക്കിയിരിക്കാൻ സമയം. പിന്നെ ഒരു സിറം നമുക്കിടാം. കാരണം ഈ കാലാവസ്ഥ ഭയങ്കര മുടി കൊഴിയുന്ന കാലാവസ്ഥയാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഭയങ്കര, ഞാനിങ്ങനെ മുടി പൊഴിയുന്നത് വിഷമിച്ചിരിക്കുമ്പോൾ എന്നോട് എല്ലാവരും വന്ന് പറയും മുടി ഭയങ്കരമായിട്ട് പൊഴിയുക, എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഒരു പിടുത്തവും ഇല്ല, ഭയങ്കരമായിട്ട് പൊഴിയുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഈ കാലാവസ്ഥ മാറുമ്പോഴേക്കും നമ്മുടെ ആരുടെയും തലയിൽ മുടി കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കൂ, എനിക്കെന്തോ മാരക രോഗം വന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് വെറുതെ ഇപ്പൊ കൈ തൊട്ടപ്പോൾ കിട്ടിയതാ, പക്ഷെ അല്ലാതെ നിലത്തേക്ക് നോക്കിയാൽ നമുക്ക് പേടിയാവും. അതുകൊണ്ട് നിലത്തേക്ക് നോക്കാറില്ല ഇപ്പോൾ. അങ്ങനെ ഞാൻ മുടി കെട്ടി വെച്ചു. ഇനി ഞാൻ കമ്മല് ഇങ്ങനെ ഒരു ചുമ്മാ ഒരു ഗോൾഡ് കമ്മൽ അതിട്ടു. പിന്നെ ഞാൻ പെർഫ്യൂം ഏതടിക്കും? ഇതടിക്കാം. 1000 വിഷസ്. വേണ്ട കേട്ടോ, ഇത് ഇത്രയായി. നമുക്ക് വേറെ ഒരെണ്ണം എടുത്തടിക്കാം. പിന്നെ എനിക്ക് വാച്ച് കെട്ടണം. എൻ്റെ ചെയിൻ ഞാൻ ഊരി വെച്ചിരിക്കുക, അതിടണം. അത്രേ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ പോവാനെല്ലാം റെഡി ആയിരിക്കുകയാണ്. പക്ഷേ എൻ്റെ പിതാശ്രീ ഇതുവരെ വന്നില്ല. വന്നു അറ്റൻഷൻ സ്പീക്കർ വന്നു. എന്തൊരു ചിരിയായത്. എല്ലാരും ഉണ്ട്. നോക്കൂ, ഇങ്ങോട്ടൊന്ന് ഞാൻ കാണിക്കാം. കണ്ടോ, അമ്മച്ചിയൊക്കെ അടുത്തോ. ഇത് കണ്ടോ, അടുത്തയാൾ. ഇതാണ് നന്ദു ബ്രോ. ഇത് കണ്ടോ, ഒരു അണ്ണാൻ. ഞങ്ങളെല്ലാവരും കുടുംബത്തോട് റെഡി ആയിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം എത്തിയിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ കയറിയിട്ടേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. 9:30ക്ക് മോമോസ് കട അടയ്ക്കുമോ അതോ ഇല്ലയോ? ഇനി നമ്മൾ വെറുതെ അവിടെ വരെ പോയിട്ട് വരേണ്ടി വരുമോ അതോ ഇല്ലയോ? കാത്തിരുന്നു കാണുക. നമ്മൾ ഒരുങ്ങി കഴിഞ്ഞ അപ്പം തന്നെ പൊക്കോണം പുറത്ത്. ഒരുങ്ങി കഴിഞ്ഞ് വെയിറ്റ് ചെയ്യരുത്, അതെനിക്ക് ഇഷ്ടമല്ല. അമ്മയുടെ ഭർത്താവിനോട് അമ്മ ഇത് പറഞ്ഞ് മനസ്സിലാക്കുമോ? മനസ്സിലാക്കും. എന്തുകൊണ്ട് എത്ര വർഷം കല്യാണം കഴിഞ്ഞു? ഇനിയിപ്പോൾ അടുത്ത 22ാമത്തെ വർഷം. 22 വർഷമായിട്ടും എന്തുകൊണ്ടാണ് ഇതുവരെ ഈ മിനിമം മര്യാദയെ പറ്റി നിങ്ങളുടെ ഭർത്താവിനെ പഠിപ്പിക്കാത്തത്? ഇപ്പൊ എന്റെ ഭർത്താവായിരുന്നു കാണായിരുന്നു. ഭർത്താവേ ഇറങ്ങൂ എന്ന് പറയുമ്പോൾ ഭർത്താവ് അപ്പൊ തന്നെ പുറത്തിറങ്ങി നിൽക്കും. ഭർത്താവ് ഇല്ലല്ലോ ഇപ്പൊ. എന്റെ ഭർത്താവ് ആയിരുന്നെങ്കിൽ എന്റെ ഭർത്താവ് ഒരു മമ്മയെ കാണിച്ചു തരാം. എനിക്ക് സ്വന്തമായിട്ടൊരു ഭർത്താവ് ഉണ്ടായിക്കോട്ടെ. അതുകൊണ്ട് തന്നെ ഭാര്യ ഉണ്ടോ? ചേച്ചിപ്പോ ഭാര്യ അതുകൊണ്ട് ഇതെന്റെ ഭർത്താവ്, ഞാനും എന്റെ ഭാര്യ. ശരി ഭർത്താവ്, എല്ലാത്തിനും പകുതിയുള്ളൂ. ഭർത്താവ് ഭാര്യ. തിരുപ്പിന് വിരാമം ഇട്ടുകൊണ്ട് അദ്ദേഹം എത്തിയിരിക്കുന്നു. ഇപ്പൊ നമ്മൾ മോമോസ് ചെല്ലുമ്പോ അവിടെ ആരുമില്ല. വിജനമായ ഒരു സ്ഥലം. വാ, അവിടം വരെ പോയി കണ്ടിട്ട് വരാം കേട്ടോ. നമുക്ക് എല്ലാം ഒന്ന് വാ പോകാം. നമ്മുടെ വീട്ടിലെ ലൈറ്റുകളൊക്കെ ഓഫാക്കൂ കുട്ടികളെ, പോകാം. ഞങ്ങള് മോമോക്കടയിലെത്തി. ഇവിടെ അടച്ചിട്ടില്ല കേട്ടോ. ഞാൻ അടച്ചു എന്നാണ് ഓർത്തത്. നിന്നെ കാണിക്കുന്നില്ല, നിന്നെ മടുത്തു ഞാൻ. കേട്ടോ, അതാണ് കട. ഇവിടെ അടച്ചിട്ടില്ല, അടച്ചു നേരത്തെ. ഇവിടെ എനിക്കൊന്ന് കുറേ നേരം ഉണ്ടായിരിക്കും അല്ലേ? കുറേ നേരം ഉണ്ടായിരിക്കും തോന്നുന്നു. ഓ ഹായ്, ഹാപ്പി ബർത്ത്ഡേ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇതേ കൊണ്ടുപോയി. അയ്യോ, ഹാപ്പി ബർത്ത്ഡേ നന്ദൂസ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ നന്ദു, ഹാപ്പി ബർത്ത്ഡേ ടു യു. നോക്കടാ, എഗ്രിടരാ. അത് ഇതാ നീ, ഇത് നന്ദു. ചെറുതായിട്ട് പ്രതീക്ഷിച്ചോ നീ? ഇല്ലല്ലോ, ഒട്ടും ഇല്ലല്ലോ. ഓക്കെ, എന്നാ മുറിക്കാം. അങ്ങനെ ഗായ്സ്, നമ്മൾ സംഭവ ബഹുലമായി ഇത് കൊടുത്തു. നോക്കൂ, ഒരു എക്സ്പ്രഷനും ഇല്ലാതെ നിൽക്കുന്ന ഒരു സ്പെഷ്യൽ. ഇതാണ് മാക്സിമം എക്സ്പ്രഷൻ. കുത്തരുത്. ഇനി ബൈദം പിടിച്ചോണ്ട് നന്ദുവിന്റെ ഫോട്ടോഷൂട്ടാണ് ഇത് വെച്ചിട്ട്. ഇത് കറക്റ്റ്. ഇതെങ്ങനെ ഇതെനിക്ക് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റിയെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ വളരെ നന്നായി ചെയ്തിട്ടുണ്ട് ആ ചേച്ചി. നന്ദുവിനെ പോലെ തന്നെ ഉണ്ട്. അതെ,
ഇത് നന്ദു ചായ മാച്ച് ചെയ്ത് നോക്കുകയാണ്. ഇത് യോജിക്കുന്നുണ്ടോ? ഈ പോവോ? ആകെ മുട്ട പോലെ ഇച്ചിരി ഉള്ളൂ. നോക്കാം, മാച്ച് ചെയ്യുന്നുണ്ടടാ. ഇതുണ്ടോ? അതെന്തുകൊണ്ടാ? ഇൻസ്റ്റാഗ്രാം ഐ ഡി നന്ദു. അമ്മേ, നന്ദു ഇന്നലെ ഞാൻ എന്റെ ഫോണിൽ ഇൻസ്റ്റാഗ്രാം തുടങ്ങി കൊടുത്തു. അതിന്റെ ഐ ഡി നോക്ക്, നന്ദൂസ് നോക്ക്, കണ്ടോ? നന്ദൂസ്. ഇതാണ് സ്റ്റീംഡ് മോമോസ്. അമ്മയ്ക്ക് 3-4 ഫ്രൈഡ് മോമോസ് കഴിച്ചു കഴിഞ്ഞപ്പോൾ സ്റ്റീംഡ് മോമോസ് കഴിക്കാൻ ആഗ്രഹം വന്നു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലേ ഫ്രൈഡ് ആണല്ലേന്ന്. ഒരു പോകാനുള്ള പുതിയ സിറം ഞാൻ കഴിഞ്ഞ ദിവസം കൊടുത്തു. അതൊക്കെ ആ സിറം ഒക്കെ ഇട്ട് നിന്നപ്പോഴമ്മാടി ഇങ്ങനെ. കേക്ക് കോർണർ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് കണ്ടു. പക്ഷേ ആ ചേച്ചി കോട്ടയത്താണ്. ആ ചേച്ചി എൻ്റെ ബർത്ത്ഡേക്കും ഇപ്രാവശ്യം കേക്ക് ചെയ്തത്. ഞാൻ ഇവൻ്റെ ബർത്ത്ഡേക്കാണ് ആദ്യമായിട്ട് ഈ കുഞ്ഞി കേക്ക് ചെയ്യിക്കുന്നത്. ആക്ച്വലി ഇങ്ങനെയുള്ളവരുടെ എനിക്ക് കുഞ്ഞി കേക്ക് ഇഷ്ടം. അതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിലൊക്കെ ചെയ്തെടുക്കാമല്ലോ. അങ്ങനെ എനിക്കൊരു ചേച്ചിനെ കിട്ടി. ആ ചേച്ചി ചെയ്തത് പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്, എല്ലാം നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ കുൽഫി വാങ്ങി. ഇവിടെ വന്നാൽ ഇനി ഭയങ്കര ഇഷ്ടമുള്ള സാധനം ഈ മലായി കുൽഫി. അയ്യോ ഭയങ്കര ടേസ്റ്റാണ്. എന്നുവെച്ചാൽ നല്ല പാൽപ്പൊടിയുടെ ടേസ്റ്റ്. ഇതൊന്നും പൊടിച്ചു കൊടുക്കണം. അതുകൊണ്ടിന് എൻ്റെ നാക്കൊക്കെ കുഴയുന്നു. ഞങ്ങൾ അങ്ങനെ പോയിട്ട് വീട്ടിൽ തിരിച്ചെത്തി. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഇന്ന് ഇഷ്ടപ്പെട്ടു. ഇന്ന് നീ വീഡിയോ എടുക്കാൻ ഇത്ര പറ്റുള്ളൂ, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇന്ന്. താങ്കൾക്കോ? സൂപ്പർ. പിന്നെ ഇവര് ഇൻസ്റ്റഗ്രാം തുടങ്ങിയതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഇവരെ മെൻഷൻ ചെയ്ത് എന്ത് വേണമെങ്കിൽ സ്റ്റോറി ഇടാം. ഇങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ബർത്ത്ഡേ പാർട്ടി. സൂപ്പർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് കേക്കിന്റെ മേലത്തെ ഡിസൈൻ, അത് ഞങ്ങൾക്കേ അറിയൂ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസൈൻ ഞങ്ങൾ ആ കേക്ക്. അതെ, എന്തുകൊണ്ടാണ് അങ്ങനെ ഡിസൈൻ ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതിന് മേളിലൊരു പൂക്കി കൊച്ചുണ്ടായിരുന്നു. ആ പൂക്കി കൊച്ചിനെ അതോട്ടും കൊന്നു എന്ന് വെച്ചാൽ കീറി ഇങ്ങനെ വലിച്ചിങ്ങനെ കീറി കൊന്നു അവൻ. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ഇവിടെ ഇൻസ്റ്റഗ്രാമിന്റെ ക്ലാസ് ആണ് നടക്കാൻ പോകുന്നത്. എന്താണ് പോസ്റ്റ്, എന്താണ് സ്റ്റോറി, എന്താണ് ഹൈലൈറ്റ്സ്, എന്താണ് കൊളാബ് വാട്സപ്പ് ചെയ്യുക, കൊളാബ് വാട്സപ്പ് ചെയ്യാതിരിക്കുക, എന്താണ് ടാഗ് ചെയ്യുന്നത്, എങ്ങനെയാണ് മ്യൂസിക് ഇടുന്നത്, എന്താണ് ഇൻസ്റ്റഗ്രാം നോട്ട്സ്, എന്താണ് മെൻഷൻ, ഇതൊക്കെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. കണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ വരാൻ പറഞ്ഞാൽ അപ്പം തന്നെ ഉറക്കൊപ്പിച്ചാവുന്ന എൻ്റെ 2 കുഞ്ഞുങ്ങൾക്ക് ഇന്ന് എന്തൊരു ശുഷ്കാന്തിയാണെന്ന് നിങ്ങൾ നോക്കൂ. ഇന്നെല്ലാം പഠിപ്പിച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാം കേട്ടോ. ഓക്കെ. മോമോസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ടേസ്റ്റ് ആയിരുന്നു അല്ലേ? ശരിക്കും അല്ലടാ, നല്ല ടേസ്റ്റുള്ള മോമോസ്. അവിടുത്തെ ആ ബായുടെ മോമോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല മോമോസ്. അപ്പം എനിക്ക് സ്റ്റീംഡിനെ കഴിഞ്ഞും ഇഷ്ടം മറ്റേതാ, ഫ്രൈഡ് മോമോസ്. നിങ്ങൾക്ക്? എനിക്ക് ഫ്രൈഡ് മോമോസ് ആണ് ഏറ്റവും ഇഷ്ടം. ഓക്കെ, ബൈ. എന്നിട്ട് അത്രേ ഉള്ളൂ.